എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. അധ പ്രഥമോധ്യായ, രണ്ടാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് വിരാട് സ്വരൂപ വർണ്ണന. ശ്രീശുകൻ അരുളി ചെയ്തു: മഹാരാജൻ, അവിടുത്തെ ഈ ചോദ്യം അത്യുത്തമവും ആത്മജ്ഞാനികൾക്ക് സമ്മതമായതും ലോകർക്ക് ഹിതം നൽകുന്നതുമാകുന്നു. ആത്മതത്വം ഗ്രഹിക്കാത്ത ഗൃഹസ്ഥന്മാർക്ക് കേൾക്കുവാനും മറ്റുമുള്ള കാര്യങ്ങൾ നിരവധിയാണ്. പകൽ സമയത്ത് അവർ ധനം സമ്പാദിക്കുന്നതിനും കുടുംബം സംരക്ഷിക്കുന്നതിനും രാത്രിയിൽ നിദ്ര, രതി എന്നിവയ്ക്ക് വേണ്ടിയും സമയം കളയുന്നു. ദേഹം, ഭാര്യ, പുത്രന്മാർ മുതലായവയൊക്കെ നശ്വരമാണെങ്കിലും വിവേകശൂന്യനായവൻ അതൊന്നും കണ്ടതായി നടിക്കുന്നില്ല. അതുകൊണ്ട് മോക്ഷേച്ഛുവായവൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ അത്ഭുത ചരിതങ്ങൾ ശ്രവിക്കുകയും അദ്ദേഹത്തെ സ്തുതിക്കുകയും സ്മരിക്കുകയും ചെയ്യണം. തത്വജ്ഞാനം കൊണ്ടും യോഗാഭ്യാസം കൊണ്ടും സ്വധർമാനുഷ്ഠാനം കൊണ്ടും മനുഷ്യർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ജന്മസാഫല്യം നാരായണ സ്മരണ മാത്രമാകുന്നു. വേദോക്തമായ കർമാനുഷ്ഠാനങ്ങളിൽ നിന്ന് നിവൃത്തരും നിർഗുണാവസ്ഥയിൽ ഉള്ളവരുമായ മുനിമാർ പോലും ശ്രീഹരിയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നതിൽ രമിക്കുന്നു. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് ഭാഗവതമെന്ന പുണ്യപുരാണം അധ്യയനം ചെയ്തു. ഞാൻ നിർഗുണബ്രഹ്മത്തിൽ ഉറച്ച ചിത്തത്തോടുകൂടിയവനാണ്. എങ്കിലും ഭഗവത് ലീലകളിൽ ആകൃഷ്ടനായി ഈ പുരാണം പഠിച്ചു. വിഷ്ണുഭക്തന്മാരിൽ വെച്ച് അഗ്രഗണ്യനായ അവിടുത്തേക്ക് ഞാനത് പറഞ്ഞു തരാം. ഇതിൽ ആസക്തിയോടുകൂടിയവർക്ക് ഭഗവാൻ മുകുന്ദനിൽ പരിശുദ്ധമായ ഭക്തി ഉടനെ തന്നെ ഉണ്ടാകുന്നു. ഹരിയുടെ നാമസങ്കീർത്തനം വിരക്തർക്കും യോഗികൾക്കും കാമികൾക്കും എന്നു വേണ്ട സർവർക്കും ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നു. സത്യദർശനം കൂടാതെ വളരെക്കാലം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ശ്രേയോമാർഗം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു മുഹൂർത്തം തന്നെ ഉത്തമമാണ്. ആയുസ്സിൻ്റെ അവധി കണ്ടറിഞ്ഞ ഖഡ്വാങ്കൻ എന്ന രാജർഷി ക്ഷണനേരം കൊണ്ട് സർവം വെടിഞ്ഞ് ശ്രീഹരിയെ പ്രാപിച്ചു. അല്ലയോ കുരുവംശശ്രേഷ്ഠ, ഇനിയും അവിടുത്തേക്ക് ജീവിതാവധിക്ക് ഒരാഴ്ചത്തെ സമയമുണ്ട്. അതിനകം പരലോകപ്രാപ്തിക്ക് ഉതകുന്നതെല്ലാം നിർവഹിച്ചാലും അന്ത്യകാലം സമാഗതമായാൽ പുരുഷൻ നിർഭയനായി ദേഹസംബന്ധമായ എല്ലാ ആഗ്രഹങ്ങളെയും വൈരാഗ്യമാകുന്ന വാൾ കൊണ്ട് അറുത്തുമാറ്റണം. അതിനുശേഷം ഗൃഹം വെടിഞ്ഞ് പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ശുദ്ധ സ്ഥലത്ത് ചെന്ന് വിധിപ്രകാരം സംവിധാനം ചെയ്ത ആസനത്തിൽ ഉപവിഷ്ടനായി പ്രണവത്തെ ഉപാസിക്കണം. ഓംകാരമന്ത്രത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രാണനെയും മനസ്സിനെയും അടക്കണം. ബുദ്ധിയാകുന്ന സാരഥിയെ കൊണ്ട് മനസ്സാകുന്ന കടിഞ്ഞാൻ പിടിപ്പിച്ച് വിഷയങ്ങളിലേക്ക് പാഞ്ഞു പോകുന്ന ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിക്കണം. വാസനാക്ഷിപ്തമായ ചിത്തത്തെ ചിദ്രൂപത്തിൽ നിർത്തണം. പിന്നെ ഏകാഗ്രചിത്തനായി ഭഗവാന്റെ ഓരോരോ അവയവങ്ങളെ വീതം ധ്യാനിക്കണം. വിഷയങ്ങളെക്കുറിച്ചൊന്നും പിന്നെ ചിന്തിക്കുവാനുള്ള ഇടവരരുത്. ചിത്തം യാതൊന്നിലാണോ പ്രസാദിക്കുന്നത് അതുതന്നെയാണ് വിഷ്ണുവിൻ്റെ പരമമായ പദം. രജസ്, തമസ് തുടങ്ങിയ ഗുണങ്ങൾ കൊണ്ട് മനസ്സ് ചഞ്ചലമാവുകയാണെങ്കിൽ ഭഗവാനെക്കുറിച്ച് നിരന്തരം ധാരണ ചെയ്ത് മനസ്സിനെ നിയന്ത്രിക്കണം. ഇത്തരത്തിലുള്ള ധാരണ കൊണ്ട് രാഗാദി ദോഷങ്ങൾ ഇല്ലാതാകുന്നു. ഇപ്രകാരമുള്ള ധാരണ കൊണ്ട് മംഗളകരമായ ആശ്രയം സിദ്ധിക്കുന്ന യോഗി ഭക്തി ലക്ഷണമാകുന്ന യോഗത്തെ വളരെ വേഗത്തിൽ പ്രാപിക്കുന്നു. പരീക്ഷിത്ത് ചോദിച്ചു: അല്ലയോ ബ്രഹ്മർഷേ, മനോമാലിന്യത്തെ വളരെ വേഗത്തിൽ ഇല്ലാതാക്കുന്ന ധാരണ ഏത് വിധത്തിൽ ചെയ്യണമെന്നാണ് സത്തുക്കളായവർ പറയുന്നത്? ശ്രീശുകൻ പറഞ്ഞു: ഇന്ദ്രിയങ്ങളെയും വിഷയാസക്തിയെയും പ്രാണങ്ങളെയും ജയിച്ച സാധകൻ ഉത്തമമായ ആസനത്തിൽ സ്ഥിതനായിരുന്ന്
ഭഗവാന്റെ സ്ഥൂല രൂപത്തെ ധാരണ ചെയ്യണം. പ്രപഞ്ചത്തിൻ്റെ ഭൂതവർത്തമാന ഭാവികളെല്ലാം കാണപ്പെടുന്നതും സ്ഥൂലമായതിൽ വെച്ച് സ്ഥൂലവുമായ ഭഗവാന്റെ വിരാട് രൂപത്തെ ധ്യാനിക്കുക. 7 ആവരണങ്ങളോടുകൂടിയ ബ്രഹ്മാണ്ഡമാകുന്ന ഈ വിരാട് ശരീരത്തിൽ അന്തര്യാമിയായി വിരാജിക്കുന്ന യാതൊരു പുരുഷനുണ്ടോ ആ ഭഗവാനെ തന്നെയാണ് ധാരണ ചെയ്യേണ്ടത്. വിരാട് സ്വരൂപിയായ ഭഗവാന്റെ പാദമൂലം പാതാളവും കണങ്കാലുകൾ രസാതലവും നെരിയാണികൾ മഹാതലവും കാൽവണ്ണകൾ തലാതലവും കാൽമുട്ടുകൾ സുതലവും ഊരുദ്വയങ്ങൾ വിതലവും അതലവും ഭൂലോകം ജഗനപ്രദേശവും ഭുവർലോകം നാഭീദേശവും മാറിടം സ്വർലോകവും കഴുത്ത് മഹർലോകവും വദനം ജനോലോകവും നെറ്റിത്തടം തപോലോകവും സഹസ്ര ശിരസ്സുകളോടുകൂടിയ ഇദ്ദേഹത്തിൻ്റെ ശിരസ്സുകൾ സത്യലോകമായും പറയുന്നു. ഇന്ദ്രാദി ദേവതകൾ ബാഹുക്കളെന്നും ദിക്കുകൾ കർണങ്ങളെന്നും ശബ്ദം ശ്രവണേന്ദ്രിയമെന്നും അശ്വിനീദേവന്മാർ നാസികകളെന്നും ഗന്ധം ഘ്രാണേന്ദ്രിയമെന്നും ജ്വലിക്കുന്ന അഗ്നി മുഖമെന്നും പറയുന്നു. അന്തരീക്ഷം ഭഗവാന്റെ നേത്രഗോളങ്ങളും ആദിത്യൻ നേത്രവും കണ്ണിമകൾ രാവും പകലും ആകുന്നു. അദ്ദേഹത്തിൻ്റെ ചലിക്കുന്ന പുരികമാണ് ബ്രഹ്മാവിൻ്റെ ആവാസസ്ഥാനം. ജലം അദ്ദേഹത്തിൻ്റെ അണ്ണാക്കും രസം നാക്കുമാകുന്നു. വേദങ്ങൾ ഭഗവാന്റെ ശിരസും തേറ്റപ്പല്ല് യമനും സ്നേഹമെന്ന വികാരം ദന്തങ്ങളും മന്ദഹാസം ജനങ്ങളെ ഉന്മാദം കൊള്ളിക്കുന്ന മായാശക്തിയും കടാക്ഷ വിക്ഷേപങ്ങൾ അന്തമില്ലാത്ത സൃഷ്ടി പരമ്പരകളും ആകുന്നു. ലജ്ജ അദ്ദേഹത്തിൻ്റെ മേൽചുണ്ടും ലോഭം കീഴ്ചുണ്ടും സ്തനങ്ങൾ ധർമ്മവും പൃഷ്ഠം അധർമ്മവും ഗുഹ്യപ്രദേശം ബ്രഹ്മാവും അണ്ഡങ്ങൾ മിത്രാവരുണന്മാരും ഉദരം സമുദ്രങ്ങളും അസ്ഥികൾ മലകളും ആകുന്നു. വിശ്വസ്വരൂപിയായ അദ്ദേഹത്തിൻ്റെ നാഡികൾ നദികളും രോമങ്ങൾ വൃക്ഷലതാദികളും ശ്വാസം അനന്തവീര്യത്തോടുകൂടിയ മാതരിശ്വാവും ഗമനം കാലഗതിയും കർമ്മം ഗുണപ്രവാഹത്തോടുകൂടിയ സംസാരചക്രത്തിൻ്റെ ഭ്രമണവുമാകുന്നു. വിശ്വവ്യാപിയായ അദ്ദേഹത്തിൻ്റെ കേശങ്ങൾ മേഘങ്ങളും വസ്ത്രങ്ങൾ സന്ധ്യകളും ഹൃദയം മൂലപ്രകൃതിയും സർവവികാരങ്ങളുടെയും ഉറവിടമായ മനസ്സ് ചന്ദ്രനുമാകുന്നു. മഹത്തത്വം ഭഗവാന്റെ വിജ്ഞാനശക്തിയും രുദ്രൻ അന്ധക്കരണവും കുതിര കോവർക്കഴുത ഒട്ടകം ആന മുതലായവ നഖങ്ങളും പശുക്കൾ മാനുകൾ മുതലായവ അരക്കെട്ടുമാകുന്നു. പക്ഷികൾ അദ്ദേഹത്തിൻ്റെ കൈവേലയും വൈവസ്വതമനു ബുദ്ധിയും മനുഷ്യൻ വാസസ്ഥാനവും ഗന്ധർവന്മാർ വിദ്യാധരന്മാർ ചാരണന്മാർ അപ്സരസ്സുകൾ മുതലായവർ ഷഡ്ജാതി സപ്തസ്വരങ്ങളും പ്രഹ്ലാദൻ സ്മൃതിയുമാകുന്നു. ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ മുഖവും ക്ഷത്രിയൻ ബാഹുക്കളും വൈശ്യൻ ഊരുക്കളും ശൂദ്രൻ പാദങ്ങളുമാകുന്നു. അദ്ദേഹം നാനാവിധ നാമത്തിലുള്ള ദേവസമൂഹങ്ങൾ ചേർന്ന് നാനാവിധ ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തുന്നതായ യാഗകർമ്മത്തോടുകൂടിയവനുമാകുന്നു. വിരാട് പുരുഷന്റെ സ്ഥൂല ശരീരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന ഈ സ്ഥൂല ശരീരത്തെ ധാരണ ചെയ്യണം. ജീവികളുടെ ബുദ്ധിവൃത്തിയിലൂടെ സ്വപ്നമെന്ന പോലെ സർവവും കാണുന്നവനും ഏകനും സത്യസ്വരൂപനും ആനന്ദനിധിയുമായ ഭഗവാൻ വിഷ്ണുവിനെ ഭജിക്കുക. മറ്റെല്ലാറ്റിലുമുള്ള ആസക്തി ആത്മാവിനെ അധോഗതിയിലേക്ക് നയിക്കുന്നു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ മഹാപുരുഷ സംസ്ഥാനുവർണ്ണനെ പ്രഥമോധ്യായ. അങ്ങനെ രണ്ടാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം സമാപിച്ചു. ഇനി രണ്ടാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.